मतलब के वास्ते हमने आसमानों से कुछ नहीं मांगे हैं, हमने तो वतन की केयर मांगी है, कोई तख्त तो ताज नहीं मांगे। Myself, Sri Lakshmi VR of 9th A. A very warm good morning to everyone. Respected Managing Director N.G. Gopalakrishnan Sir, our Manager Hardasan Pillai Sir, and our Honorable Principal Suja Ma'am, teaching and non-teaching stars, our caring parents and excited students, I welcome you all to the celebration of Republic Day 2022. Really, we are fortunate to celebrate this day in our independent India, and at the same time, we are grateful to our ancestors who sacrificed everything for our freedom and made this democratic constitution and protected us from foreign invasions. Prayer purifies mind and soul. Let's start our celebration with a positive attitude and always smile to the world. I invite Krishna Priya of 8th standard to start our celebration with the prayer of Supreme Authority. एक दो तीन या कुंदेन्दु तुषार हारधवला या कुंदेन्दु तुषार हारधवला या शुभ्रवस्त्रावृता या वीणा वरदण्ड मण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिः देवैः सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाड्यपहा शुक्लां ब्रह्मविचार सारपरमाम् आद्यां जगद्व्यापिनीं वीणापुस्तकधारिणी जाड्यां दकारपहा हस्ते स्फाटिकमालिकां विदधती पद्मासने संस्थिता वन्देदां परमेश्वरीं भगवतीं बुद्धिप्रदां शारदा. Now I welcome our Honorable Managing Director N.G. Gopalakrishnan Sir to share us a message in this auspicious day. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭാരതീയ വിദ്യാവിഹാറിലെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രണാമം. ഭാരതം അസാധാരണമാം വിധത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ചരിത്രം തന്നെ പുനർരചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ധന്യമായ രീതിയിൽ ഭാരതത്തിൽ എല്ലാ മണ്ഡലത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷം. ഒരുപക്ഷെ ഭാരത ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനുവരി 23 മുതൽക്ക് 26 വരെ വളരെ ഗംഭീരമായിട്ടുള്ള ഈ ആഘോഷം നടത്തുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഭാരതം സാമ്പത്തികമായിട്ട് എത്ര വളർന്നു എന്ന് ലോകത്തെ കാണിക്കണം. അതുപോലെ ശാസ്ത്രീയമായിട്ട്, ശാസ്ത്രപരമായിട്ട്, സാങ്കേതികമായിട്ട്, സാംസ്കാരികമായിട്ട്, സാമൂഹികമായിട്ട് ഭാരതത്തിൻ്റെ മാറ്റം ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കണം. അതിനുള്ള കർമ്മങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഹോളോഗ്രാം പ്രതിമ ഉദ്ഘാടനം ചെയ്തതും പിന്നീടത് കരിങ്കൽ പ്രതിമയാക്കുന്നതും ചരിത്രം മാറ്റി എഴുതി യഥാർത്ഥ ഭാരതത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ലോകത്തെ അറിയിക്കണം. നമ്മളും അതറിയണം. ഭാരതീയ വിദ്യാവിഹാറിലെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്
അവരെല്ലാം ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ രചനയുടെ ഭാഗമാകണം. നമ്മൾ എന്തെല്ലാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക. അതേപോലെ വർത്തമാനം, ഭാവി കാലം, നമ്മുടെ ഭാരതത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ മഹത്വം അറിയിച്ചുകൊണ്ട് അത് പഠിപ്പിച്ചുകൊണ്ട്, പ്രചരിപ്പിച്ചുകൊണ്ട്, പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ അതായിരിക്കട്ടെ ഈ റിപ്പബ്ലിക് ഡേ മുതൽക്ക് നമ്മൾ എല്ലാവരുടെയും ലക്ഷ്യവും മാർഗവും. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാരതത്തിൻ്റെ പൂർവ്വകാല വൈഭവം, നമ്മുടെ ഭാരതത്തിൻ്റെ വർത്തമാനകാല വൈഭവം, ഭാരതത്തിൻ്റെ ഭാവി. ഇപ്പോൾ നമ്മളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഭാരത സർക്കാരിൻ്റെ പ്രോജക്റ്റ് 2047 ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ളൊരു രാഷ്ട്രമായി മാറും. പലപ്പോഴും നമ്മൾ 2030, 2025 എന്നുള്ളതൊക്കെയാണ് കണക്കെടുക്കുക. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ കാൽക്കുലേഷൻ മുഴുവനും 2047 സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്കെല്ലാവരും, മിക്കവാറും നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ആ കാലയളവിൽ ജീവിച്ചിട്ടിരിക്കുന്നുണ്ടാവും. ഭൂരിഭാഗം ഒരു 85% ഉണ്ടായിരിക്കും. നമുക്ക് ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം, ശതാബ്ദി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഓരോരുത്തർക്കും പ്രവർത്തിക്കാം രാഷ്ട്രത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ ഭൂതകാലം ലോക ജനതയെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഭാരതത്തിൻ്റെ വർത്തമാനകാലവും അറിയിക്കാൻ വേണ്ടിയിട്ട്, ഭാരതം ഭാവിയിൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഈ ദിവസം നമുക്ക് പ്രതിജ്ഞയെടുക്കാം. മനസ്സ വാച കർമ്മണ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം. Thank you, sir, for your valuable thoughts and for explaining the real meaning and importance of this day. Now I welcome our respected principal, Sujay ma'am, to express the thoughts. Respected Honorary Director Dr. N. Gopalakrishnan sir, our manager Dr. K. Hardasampilla sir, teachers, non-teaching staff, parents and my dear students, Namaste. On this special occasion of this Republic Day, I wish you all a very happy Republic Day. Let us all remember the persons who are involved in the Constitution of India. A constitution of a country is a backbone of that country. And we Indians are very proud to have such a strong and powerful constitution for our country. And the future of our India is in the hands of you people. So it's our responsibility to follow the duties and responsibilities as a citizen of India. I wish you all once again a very happy Republic Day. May you all grow up and make our country proud. By wishing this, let me conclude my words. Thank you. Thank you very much. Thank you, ma'am, for your motivational thoughts. Now I welcome. There won't be celebration without a speech, right? So now I welcome Janvi of 6th standard to deliver a speech in our national language, Hindi. आदरणीय प्रधानाचार्य जी, मेरे सभी शिक्षकगण और मेरे प्यारे सहपाठियों, जैसे कि आप सभी को विदित होगा कि इस वर्ष भारत का 73वां गणतंत्र दिवस मनाया जा रहा है। सबके अधिकारों का रक्षक अपना ये गणतंत्र पर्व है। लोकतंत्र ही मंत्र हमारा, हम सबको ही इस पर गर्व है। गणतंत्र दिवस को एक विशेष पर्व के रूप में मनाने का मुख्य उद्देश्य है। यह भारतीय संविधान का एक स्थापना दिवस है। इतिहास में भारतीय दिवस का काफी रोचक है। इस उपलक्ष्य को गणतंत्र दिवस को एक सम्मान प्रदान करने के लिए प्रत्येक वर्ष 26 जनवरी के दिन विशेष प्रकार के कार्यक्रमों का आयोजन किया जाता है। यह भारतीय नागरिकों के जीवन का एक महत्वपूर्ण दिन है जो सभी को संविधान होने का महत्व समझाता है। भारत देश को एक लोकतांत्रिक और गणतंत्र राष्ट्र के रूप में जाना जाता है। भारत में जनता के मत अनुसार ही एक शासक को चुना जाता है, जिसके फलस्वरूप चुने गए शासक को सत्ता की कुर्सी पर बिठाया जाता है। अगर जनता चाहे तो वह सत्ता पर बिठाए नागरिक के उस पद से हटा भी सकते हैं। इसी के आधार पर गणतांत्रिक देश में जनता का फैसला तर्कशील होता है। धन्यवाद। जय हिंद।
Thank you very much for your informative speech, Janvi. So, patriotic song encourages us to do something great for our country. It creates a sense of fulfillment and responsibility towards our country. Let's have patriotic song by our 8th standard students. വന്ദേ മാതരം 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 ഹൃദയമുരളികയിലൊഴുകും മഹനീയ പുണ്യവരമായി ഹൃദയമുരളികയിലൊഴുകും മഹനീയ പുണ്യവരമായി അമലയാം ഭാരതാംബതൻ അറിവിൻ നിറവുകൾ അനുപമലയമായി ഹൃദയമുരളികയിലൊഴുകും മഹനീയ പുണ്യവരമായി ഭാരതം ഗുരുസാഗരം ചിരപുണ്യമായ വെഞ്ചാമരം ഭാരതം ഗുരുസാഗരം ചിരപുണ്യമായ വെഞ്ചാമരം ഈ വിശ്വമാകെ ഒരു മഞ്ഞുതുള്ളി ആനന്ദമാക്കും അറിവുകളിൽ ഈ വിശ്വമാകെ ഒരു മഞ്ഞുതുള്ളി ആനന്ദമാക്കും അറിവുകളിൽ ധ്യാനമായി കാനനം പരമദയ ധ്യാനമായി ഭാരതം ഹിമഗിരി നിരകൾ നിന്നുയരുന്നൊരു ഭാരത സംസ്കൃതി പെരുമയിൽ ഹൃദയമുരളികയിലൊഴുകും മഹനീയ പുണ്യവരമായി അമലയാം ഭാരതാംബതൻ അറിവിൻ നിറവുകൾ അനുപമലയമായി വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം മാനുഷാദികൾ അമരവീതിയായി അമരകൂജനം ചെയ്തു മഹിതഗീതികൾ ഭാരതാംബതൻ മകുടമാണിക്യമായി മാനുഷാദികൾ അമരവീതിയായി അമരകൂജനം ചെയ്തു മഹിതഗീതികൾ ഭാരതാംബതൻ മകുടമാണിക്യമായി അമൃതമായി ഒഴുകിടും മഴകെഴും സ്വരസുതയനുപമ സംഗീതം അമൃതമായി ഒഴുകിടും മഴകെഴും സ്വരസുതയനുപമ സംഗീതം കാശ്മീര വിന്ധ്യ ശൈലാതരംഗ ശാന്ത ഗംഭീര സുരധരണി തരികനീയൊരു മതൻ അമരമൊഴി അറിവിതാ സമയമായി ഹിമഗിരി നിരകൾ നിന്നുണരുന്നൊരു ഭാരത സംസ്കൃതി പെരുമയിൽ മാനവ ഹൃദയമരീചികയിൽ ഭാരത മഹിമകൾ ഉയരുന്നു അറിവിൻ നിറവുകൾ അനുപമലയമായി വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം ജയ ജനനി ഭാരതമാതാ ഉയരുക നിന്റെ ത്രിവർണ്ണ പതാക ജയ ജയ ജനനി ഭാരതമാതാ ഉയരുക നിന്റെ ത്രിവർണ്ണ പതാക അടിമുടി വിലസുക ധരണി മാതാ അഖിലം തവ തിരു സൃഷ്ടിയതല്ലോ അവരുടെ നാവിലും അനുദിനം ഉയരുക ജയ ജയ ജനനി ജയ ജയ ജനനി ജയ ജയ വരദേ ഭാരത മാതാ വിജയിക്കുക നീ ലലലലലല ജയ ജയ വരദേ ഭാരത മാതാ വിജയിക്കുക നീ ലലലലലല ജയ ജയ വരദേ ഭാരത മാതാ വിജയിക്കുക നീ ലലലലലല ജയ ജയ വരദേ ഭാരത മാതാ വിജയിക്കുക നീ വൃക്ഷലതാദികൾ തിങ്ങി വിളങ്ങും വിശ്വമനോഹരി ഭൂമി മാത തവ തിരുവാടിയിൽ വിടരും പൂക്കൾ മാനവ ജനതയതാകും പൂക്കൾ അവരുടെ നാവിലും അനുദിനമുയരുക ജയ ജയ ജനനി ജയ ജയ ജനനി ജയ ജനനി ഭാരതമാതാ
ഉയരുക നിന്റെ ത്രിവർണ്ണ പതാക. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങിനീളും ഗംഗയും. ഋഷിതുല്യമാണെന്റെ നാട്, ഹൃദയങ്ങളൊന്നായ നാട്, മതമൈത്രി വാഴുന്ന മണ്ണേ ഭാരതം, ഭാരതം. കവി കാളിദാസന്റെ നാട്, കവനങ്ങൾ പെയ്യുന്ന നാട്, മനഃശാന്തിയേകുന്ന മണ്ണേ ഭാരതം, ഭാരതം. വന്ദേ മാതരം, മാതരം, വന്ദേ മാതരം, മാതരം. ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് നിൽക്കും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്. ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് നിൽക്കും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്. ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ വീരനായി നാം പാടി നീങ്ങണം, സ്വന്തം മനസ്സിലൂതുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം. ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ വീരനായി നാം പാടി നീങ്ങണം, സ്വന്തം മനസ്സിലൂതുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം. വന്ദേ മാതരം, 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 വന്ദേ മാതരം. That was really a very sweet musical treat. Next, we have various cultural programs of our KG students. Let's move on to that. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले. जय हो, जय हो. आजा आजा जिंद शामी आने के तले, आजा जरी वाले नीले आसमाने के तले. जय हो, जय हो, जय हो. सच्ची मैंने जान गवाई है, नच नच कोयलों पे रात बिताई है. अखियों की नींद मैंने फूकों से उड़ा दी, गिन गिन तारे मैंने यूं. Good morning, my dear friends and teachers. I am Shivanya Shivadas. ഇന്നത്തെ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം എന്തെന്നാൽ നിങ്ങൾക്ക് അറിയാമോ? ഇന്നത്തെ ദിവസമാണ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേ എന്തെന്നാൽ നിങ്ങൾക്ക് അറിയാമോ? റിപ്പബ്ലിക് ഡേ ആണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തമായി ഭരണഘടന നിലവിൽ വന്നു. എല്ലാവരും എല്ലാ ദിവസവും അത് നമ്മള് ജനുവരി 26-ാം തീയതിയാണ് നമ്മളത് ആഘോഷിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ, നമ്മുടെ രാജ്യം ഇന്ത്യ. ഇതാണ് നാഷണൽ ഫ്ലാഗ്. ഇതാണ് എംബ്ലം, നാഷണൽ എംബ്ലം. നാഷണൽ ബേർഡ് പീകോക്ക്. ഇതാണ് നമ്മുടെ animal, national animal, tiger. ഇതാണ് national game, ഹാച്ചി. ഇതാണ് നമ്മുടെ ഫ്ലവർ, ലോട്ടസ്.
അപ്പൊ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യ സേനയും സ്മരിക്കാം. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ജയ് ഭാരത്, ജയ് ഹിന്ദ്, ബൈ. നമസ്തേ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനിം ഫുല്ലകുസുമിത ദ്രുമദളശോഭിനിം സുഹാസിനിം സുമധുരഭാഷിണിം സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. वंदे मातरम, 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 वंदे मातरम. Happy Republic Day. Happy Republic Day. Happy Republic Day for all Indians. Happy Republic Day. Happy Republic Day. Happy Republic Day for all Indians. India is my country. I am proud of it. It's the Republic country, I will sing this day. India is my country, I am proud of it. It's the Republic country, I will sing this day. Happy Republic Day, Happy Republic Day, Happy Republic Day for all Indians. I salute the soldiers and the great people. I remember all this freedom fighters. I salute the soldiers and the great people. I remember all the freedom fighters. Happy Republic Day, Happy Republic Day, Happy Republic Day for all Indians. Happy Republic Day, Happy Republic Day, Happy Republic Day for all Indians. My name is Sonia. Happy Republic Day. We are Indians, bold and free. We are Indians, love our country. We love God to keep and free. We salute our flag with pride. Reaching Jana Gana Mana, standing side side. Jai, Jai, Jai. Happy Republic Day, friends. Thank you. Bharat Mata ki Jai. I am Bhagat Singh. സ്വാതന്ത്ര്യത്തിൽ പൂപ്പൂക്കൾ നമ്മുടെ നാട്ടിൽ വിരിഞ്ഞപ്പോൾ നമ്മൾക്കെല്ലാം അഭിമാനം. നാം എല്ലാവരും ഇന്ത്യക്കാർ. ഭാഷകൾ പലതായിരുന്നാലും വേഷങ്ങൾ പലതായിരുന്നാലും ഒരു ഇന്ത്യ ഒരൊറ്റ അജണ്ട, അതാണ് നമ്മുടെ സമ്പത്ത്. സ്വാതന്ത്ര്യത്തിൻ നിമിഷങ്ങൾ, അഭിമാനത്തിൻ
നീടാം പുത്തൻ ശശി പൊൻപ്രഭ തൂകും സ്വാതന്ത്ര്യത്തിൽ നീരടികൾ പുത്തൻ ശശി പൊൻപ്രഭ തൂകും സ്വാതന്ത്ര്യത്തിൽ നീരടികൾ ധീരടിയോടെ പറഞ്ഞിടാം ഭാരതമാത ജയിക്കട്ടെ ഭാരതമെങ്ങും നമ്മുടെ സ്വന്തം രവന്ന പതാക പാടട്ടെ ജയ് ഹിന്ദ്. 26 റിപ്പബ്ലിക്കാണല്ലോ ഭാരത മക്കൾ നമ്മൾക്കിൻ അഭിമാനത്തിൻ ദിനമല്ലോ കൊള്ളക്കാരാം വള്ളക്കാരെ നാടുകടത്തിയ ധീര ജവാന്മാരെ ഓർത്തിടാം ആദരമോടെ സ്മരിച്ചിടാം ഭാരത മക്കൾ നമ്മൾക്കിൻ അഭിമാനത്തിൻ ദിനമല്ലോ ഭാരത മക്കൾ നമ്മൾക്കിൻ അഭിമാനത്തിൻ ദിനമല്ലോ മൂവർണ്ണക്കൊടി പാറിച്ച ഭാരതമാവ് ജയിച്ചട്ടെ മൂവർണ്ണക്കൊടി പാറിച്ച ഭാരതമാവ് ജയിച്ചട്ടെ I am Indira Gandhi. I am the first lady president. Now, I would like to invite Anushree of Standard 6 to deliver a speech in English. Good morning to all. As you know, today all are here to celebrate our 73rd Republic Day of our country. Republic Day in India is celebrated on January 26 every year. On this day, country will be celebrating its 73rd Republic Day on Wednesday, January 26, 2022. Republic Day main celebration is held at Rajpath in the national capital, New Delhi. On this day, ceremonious parades take place at Rajpath, which are performed as tribute to India. On the occasion of Republic Day, schools and colleges also organize functions at their campus like debate, speech, easy competitions, etc. Lastly, I want to say that let the spirit of Republic Day spread across the year. Let us have the feeling of patriotism infused in each and every day of our life. Thank you and have a nice day. I think we all have enjoyed various cultural programs conducted by our students. A big salute to their effort to make this day a beautiful one. Thank you all for your kind cooperation. भारत माता की जय. भारत माता की जय. ऐ वतन वतन मेरे आबाद रहे तू ऐ वतन वतन मेरे आबाद रहे तू ऐ वतन वतन मेरे आबाद रहे तू मैं जहाँ रहूं जहाँ में याद रहे तू मैं जहाँ रहूं जहाँ में याद रहे तू ऐ वतन मेरे वतन ऐ वतन मेरे वतन तू ही मेरी मंजिल है पहचान तुझी से तू ही मेरी मंजिल है पहचान तुझी से पहुँचूं मैं जहाँ भी मेरी बुनियाद रहे तू पहुँचूं मैं जहाँ भी मेरी बुनियाद रहे तू ऐ वतन मेरे वतन ऐ वतन मेरे वतन वन्दे मातरं सुजलां सुफलां मलयज शीतलां. എന്റെ പേര് മണികർണിക. ഝാൻസി റാണി ലക്ഷ്മിബായ് എന്ന് പറഞ്ഞ എല്ലാവരും എന്നെ അറിയും.
ഞാൻ ഝാൻസി റാണി. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ ഝാൻസിയെ രക്ഷിക്കും. എന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം അവശേഷിക്കുന്നതുവരെ ഞാൻ ബ്രിട്ടീഷുകാർക്കുമെതിരെ പോരാടും. വരൂ, നമുക്കൊന്നിച്ച് പോരാടാം. ഹര ഹര മഹാദേവ. ജയ് ജവാൻ ജയ് കിസാൻ. श्वेताम्बरधरे देवि नानालङ्कारभूषिते जगत्स्थिते जगन्मातर्महालक्ष्मी नमोऽस्तु ते. श्वेताम्बरधरे देवि I am Indira Gandhi. I am the first woman Prime Minister of India. I am born 19th November 1917 at Allahabad. My father's name is Jawaharlal Nehru. My mother's name is Kamala Nehru. I started Garibi Hatao campaign. എന്റെ പേര് ഐശ്വര്യ AP. ഞാൻ 3Bയിൽ പഠിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി റിപ്പബ്ലിക്. Next, I invite Anamika Kechi to deliver a speech in Malayalam about the Patriotic Day. നമസ്കാരം. ഇന്ന് ജനുവരി 26 രാജ്യത്തിന്റെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ റിപ്പബ്ലിക് ദിനം. രാജ്യത്തിന്റെ ഐക്യം കൂടുതൽ ശക്തമാക്കാൻ കഴിയുന്നതാകണം റിപ്പബ്ലിക് ദിനങ്ങളിലെ ആഘോഷങ്ങൾ. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമര വിജയ ദിനമാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമെന്ന് ഏവർക്കും അറിയാം. അതിനു തൊട്ടു പിന്നാലെ തന്നെയാണ് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനവും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനകീയ ഭരണ സമ്പ്രദായം അച്ചടിമഷി പുരണ്ട ഇന്ത്യയിൽ അവതരിച്ച ദിനം. എഴുതിയുണ്ടാക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടന അങ്ങനെ നമ്മുടെ രാജ്യത്തിന് സ്വന്തമാക്കുകയായിരുന്നു. 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഭരണഘടനയ്ക്ക് അന്തിമ രൂപമായത്. ക്യാബിനറ്റ് ഭരണ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയായുള്ളത്. രാഷ്ട്രത്തലവൻ പ്രസിഡന്റാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയ്ക്കാണ് പക്ഷേ യഥാർത്ഥ അധികാരമുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ
ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നെഹ്റു അവതരിപ്പിച്ചതാണ്. അതിലാണ് ഇന്ത്യയെ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആയി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് പ്രധാന റിപ്പബ്ലിക് ദിന പരിപാടി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകർണോ ആയിരുന്നു 1950 ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. നമ്മൾ ആഘോഷിക്കുന്ന ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കൂടുതൽ ശക്തമാക്കാനും പരിപോഷിപ്പിക്കുവാനും ഉതകുന്ന പ്രതിജ്ഞയും പുനഃസമർപ്പണവും പുതുക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് മറക്കരുത്. റിപ്പബ്ലിക് ദിനത്തിൽ ഏവരും ഊന്നി പറയുന്ന മഹാത്മാഗാന്ധിയുടെ ഒരു ഉദ്ധരണിയുണ്ട്. അതിതാണ്: ഒരു ജനാധിപത്യവാദി തികച്ചും നിസ്വാർത്ഥനായിരിക്കണം. തന്റെയോ തന്റെ കക്ഷിയുടെയോ പേരിലല്ല. ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ മാത്രമേ അയാൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സ്വപ്നം കാണുവാൻ പോലുമോ പാടുള്ളൂ. ഭാരതത്തിന്റെ മോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളെ അനുസ്മരിക്കാനുള്ള ഒരു ചടങ്ങ് കൂടിയാണ് റിപ്പബ്ലിക് ദിന ആഘോഷം. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡും സാംസ്കാരിക ഘോഷയാത്രയും നടത്തപ്പെടുന്നു. രാഷ്ട്രപതി ഭവനിൽ തുടങ്ങുന്ന സൈനിക പരേഡ് ചെങ്കോട്ടയിലാണ് അവസാനിക്കുന്നത്. കരസേനയും നാവികസേനയും വ്യോമസേനയും പരേഡിൽ പങ്കെടുക്കും. ഇന്ത്യൻ സൈന്യത്തിന് പരമോന്നത മേധാവിയായ രാഷ്ട്രപതി സല്യൂട്ട് നൽകും. സായുധ സേനയിൽ ധീരപ്രവർത്തികൾ ചെയ്തിട്ടുള്ളവർക്ക് അവാർഡുകളും മെഡലുകളും ഈ അവസരത്തിൽ നൽകുന്നു. റിപ്പബ്ലിക് ദിനാഘോഷം ഭാരതീയ സംസ്കാരത്തിന്റെ വൈവിധ്യവും ധന്യതയും ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ എല്ലാവരും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും വികസനത്തിനും വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ ഒരു മികച്ച രാജ്യമായി മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. Whenever we think of a patriotic day, it may be Independence Day or this day, Republic Day, we think of our soldiers who are awake every time when we are asleep. Soldiers are the brave ones who protect our country by risking their lives and helps us to live a peaceful life. We also salute the families of those soldiers who send their beloved ones to the border to protect our entire country. We, the students of 9th standard, had created an amazing sketch dedicated to our soldiers. Now I invite Gauri P. Sudesh Kumar to deliver a speech in Sanskrit. Is there something wrong with your leg? Hey! I'm deaf. What happened to you? It's just an injury caused by an explosion. Explosion? Will you tell us about that? It happened a long time ago when I was in army. 20 years ago, we were on a mission, our 4-man squad. We thought we could finish it off easily, like we'd done several times before. When we captured the first terrorist, we knew this one was different. Where are the others? You will never catch them in time. There are 4 of us dispersed in here. We freed all hostages. Only 4 terrorists remained, and 4 minutes to take them down. And just like that, everything. We lost one of our guys. But we had no time to mourn. Even though our heart ached, we moved forward. We almost had them. Victory was within our reach. But Where's your leader? I am the leader. I see you kill my men. You're gonna pay for that.
think we are playing here? We will not hesitate to kill you right now. Then kill me. Should I kill him? Not yet. He is a clever one. There might be a trap. So, what's your plan? You guessed it right. In 1 minute, this whole place is gonna blow up. Before you kill me, the bomb will explode. So, why don't you escape from here now? So we can all leave to fight another day. You think that can fool us? We are not afraid of dying for our country. It's an honor. I lost my leg, but I survived. Every soldier faces these situations. They take difficult choices, which many common people could never imagine. So respect them. Sir, wait. Vande Mataram. Vande Mataram. It was such a wonderful skit that I have lost my words to describe it. So dear friends, don't miss any chance to serve your country. नमस्ते, मम नाम गौरी. अहं भारतीय विद्याविहारविद्यालये 8मी कक्षायां पठामि. अद्य वयं सर्वे स्वाधीनभारतस्य 73 गणतन्त्रदिवसोत्सवः आचरन्तः. गणतन्त्रदिवसः भारतस्य प्रमुखः राष्ट्रियपर्वः अस्ति. प्रतिवर्षे जनवरी मासस्य 26 दिनाङ्के गणतन्त्रदिवसः भवति. अयं दिवसः बहु महत्त्वपूर्णः विद्यते. अयं हि दिवसो अस्माकं प्रियभारतदेशम् एकः प्रजाप्रभुत्व राष्ट्रघोषितवन्तः. अतः प्रतिवर्षं वैभवेन प्रजा राज्योत्सवः आचर्यते. अस्मिन् दिने देशस्य सर्वेषु नगरेषु राष्ट्रध्वजारोहणं भवति. अस्मिन् दिवसे प्रमुखः समारोहो राजधानी दिल्ल्यां समायोज्यते. अयं दिवसो भारतीयान् भेदभावान् विस्मृत्य एकभावेन राष्ट्ररक्षार्थं प्रेरयति. जय भारतमातरम्. धन्यवादः. Every child should have a caring adult in their lives. That's not always a biological parent. It may be a friend, a neighbor. Oftentimes, it's a teacher. Today we have our dear Surya teacher, who is not just a teacher for us, a mother, a friend to us. I welcome Surya teacher and the 10th standard sisters for a great dance performance. भारत अनोखा राग है. सौरागिनियों से सजा भारत अनोखा राग है. सौरागिनियों से सजा भारत अनोखा राग है. ये प्यार का संगीत है. ये शादी का गीत है. ये एकता का राग है. भारत अनोखा राग है. सौरागिनियों से सजा भारत अनोखा राग है. अनोखा राग है. सारा जहां
जैसा कोई नहीं है, 80 नहीं 100 दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई नहीं। मैं गाया जहां भी बस तेरी याद थी, जो मेरे साथ थी, मुझको तड़पा दिलाती। सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही। माँ तुझे सलाम, माँ तुझे सलाम, अम्मा तुझे सलाम। वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम। आबाद रहे तू। आयो रे शुभ दिन आयो रे, आयो रे शुभ दिन आयो रे। Now it's time to end our celebration. Only hours till midnight, the whole country would celebrating this day. So let's move to Shanti Mantra. शांति मंत्रम। ओम सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्। ओम शांति शांति शांतिः। I think we all have enjoyed various cultural programs conducted by our students. A big salute to their effort to make this day a beautiful one. Thank you all for your kind cooperation.